നമ്മൾ ടിവിയോ സോഷ്യൽ മീഡിയയോ ഒക്കെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന എന്താണ് കുറേ തരം പരസ്യങ്ങളല്ലേ. ബട്ടർ കുക്കീസ്, കാഷ്യൂ കുക്കീസ്, ചോക്ലേറ്റിന് മുകളിൽ ചോക്ലേറ്റ്, അതേപോലെ തന്നെ എന്താണ് മിൽക്ക് റിച്ച് ആയ ചോക്ലേറ്റ്സ്, എനർജി ബിസ്ക്കറ്റ്സ്, ഇങ്ങനെ പലതരം പരസ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മളെ കുട്ടികളെ മാത്രമല്ല നമ്മളെ വരെ ഇത് വാങ്ങാൻ വേണ്ടി ആകർഷിക്കാറുണ്ടല്ലേ. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ഇവർ അവകാശപ്പെടുന്ന രീതിയിലുള്ള ബട്ടറും ചോക്ലേറ്റ്സും കാഷ്യൂസും ചീസും ഒക്കെ എത്ര അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്? സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫുഡ് ലേബൽസ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കാം, അതേപോലെ അത് മനസ്സിലാക്കുന്നതിലൂടെ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഹെൽത്തി ചോയ്സസ്, ഹെൽത്തി ഇൻഗ്രീഡിയൻസും ഹെൽത്തി കണ്ടന്റുമുള്ള ചോയ്സുകൾ, ഫുഡ് ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ ഏതൊക്കെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത്, ഈവൻ നമ്മുടെ ബിസ്ക്കറ്റ് വരെ എത്ര അളവിൽ നമ്മൾ കഴിക്കണം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ്. ലേബലിൽ നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? സോ ഫസ്റ്റ് വൺ ഈസ് സെർവിങ് സൈസ് അല്ലെങ്കിൽ സെർവിങ് പോർഷൻ. ഒരു എന്താണ് ആ ഒരു കണ്ടന്റ്, ഇപ്പോൾ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ ചോക്ലേറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഒരു ദിവസത്തിൽ എത്ര പോർഷൻ നമുക്ക് അതിൽ കഴിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എല്ലാ പാക്കറ്റ്സിന്റെ പുറകിലും അതുണ്ടാവും, നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല അല്ലേ. നമ്മൾ പാക്കറ്റ് പൊട്ടിക്കുന്നു, ഒരു 5-6 കഴിക്കുന്നു. പക്ഷെ അത് നമ്മൾ മാറ്റണം. നമ്മളെ ഭാവിയിൽ ഡയബറ്റിക് പോലെ, ഹൈപ്പർ ടെൻഷൻ, നമ്മളെ ഒബീസിറ്റി പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിനി ശ്രദ്ധിക്കാൻ തുടങ്ങേണ്ടതാണ്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ ഏതൊരു പാക്കറ്റ് ഐറ്റം വാങ്ങുകയാണെങ്കിലും അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കോളം കാണാൻ പറ്റും. അതിൽ നമുക്ക് എന്താണ് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് മുകളിലോ താഴെയായിട്ട്, അതേപോലെ തന്നെ നമുക്ക് ന്യൂട്രീഷൻ ഫാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ്ങും അതിൻ്റെ താഴെ കുറേ കോളംസും കാണാം. അതിൽ തന്നെ നമുക്ക് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെർവിങ് സൈസ് കാണാം. അതായത് ഒരു ദിവസം നമുക്ക് എത്ര, ഒരാൾക്ക് പെർ ഹെഡ് എത്ര നമുക്ക് അളവിൽ കൊടുക്കാൻ പറ്റും, ആ ഒരളവ് മാത്രമാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഹാംഫുൾ ആയ രീതിയിലുള്ള ഷുഗേഴ്സും കാര്യങ്ങളും നമ്മുടെ ബോഡിയിലേക്ക് പോകും. സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു പെർ സേവിങ് സൈസിലാണ് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആയിരിക്കും ഈ ഒരു ഓവർ ഈറ്റിംഗ് കൊണ്ട് കൺസ്യൂം ചെയ്യുന്നത്. അതായത് ട്രിപ്പിൾ എമൗണ്ട് ഓഫ് ഷുഗർ, ട്രിപ്പിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്, ട്രിപ്പിൾ എമൗണ്ട് ഓഫ് കലോറീസ് ആയിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും സെർവിങ് സൈസ് ആണ്. സെർവിങ് സൈസിനനുസരിച്ച് മാത്രം നമ്മൾ ഓരോരുത്തരും അത് കഴിക്കുക. ഇതിന്റെ പാക്കറ്റിന്റെ പുറകിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 20 gram ആയിരിക്കും പെർ സെർവ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 2 ബിസ്ക്കറ്റ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ്സിലാണെങ്കിൽ ചിലപ്പോൾ ഗ്രാം കണക്കിനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ക്യൂബ്സ് അല്ലെങ്കിൽ 2 സ്ക്വയർ എന്ന രീതിയിലായിരിക്കും കൊടുത്തിരിക്കുക. സോ അത് നമ്മൾ ഫോളോ ചെയ്യുക. അല്ലാതെ നമ്മൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ ടേസ്റ്റി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയടിക്ക് ആ പാക്കറ്റ് മൊത്തം ഇരുന്ന് നമ്മൾ കഴിക്കരുത്. ആൻഡ് സെക്കൻഡ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ടത് കലോറീസ് ആണ്. സോ അതിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇത്ര ഈ ഒരു 100 ഗ്രാമിൽ അല്ലെങ്കിൽ പെർ സേവിങ്ങിൽ നമുക്ക് എത്ര കലോറീസ് കിട്ടും നമുക്ക് കാണാം. സോ കലോറീസ് നമുക്ക് ഹൈ കലോറിയും അതേപോലെ ലോ ന്യൂട്രീഷൻ ആ ഒരു ഫുഡ്, ഇപ്പോൾ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ഐറ്റം ആയിക്കോട്ടെ, അതിൽ മൈദയും ഷുഗറും ഫാറ്റും എന്താണ് കുറേ ഹൈഡ്രോജനേറ്റഡ് ഓയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ഈ ഒരു ഫുഡ് കഴിച്ച് നമുക്ക് കലോറീസ് കിട്ടുന്നതല്ല നമ്മുടെ ഹെൽത്തി ഡേ എന്ന് പറയുന്നത്. നമുക്ക് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള കലോറി ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. ഹൈ കലോറീസ് പ്ലസ് ലോ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമുക്ക് എംറ്റി കലോറീസ് ആണ്. അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ന്യൂട്രിയൻ ഡെൻസ് ആയിട്ട് വേണം കലോറീസ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അതിൽ നമുക്ക് ഫൈബർ വേണം, പ്രോട്ടീൻ വേണം, നല്ല ഫാറ്റുകൾ കിട്ടണം, അതേപോലെ തന്നെ എന്തെങ്കിലും ഫൈബർ മീൻസ് അയൺ, കാൽഷ്യം, മഗ്നീഷ്യം പോലുള്ള മിനറൽസ് ഒക്കെ നമുക്ക് നല്ല എമൗണ്ടിൽ കിട്ടുന്നെങ്കിൽ നമുക്ക് എന്താണ് അതൊരു ന്യൂട്രിയൻ ഡെൻസ് ആണെന്ന് പറയാം. അല്ലാതെ വെറും എംറ്റി കലോറീസ് കിട്ടിയിട്ട് നമുക്ക് ഹെൽത്തിൽ അത് ഒരു ബെനിഫിറ്റും ഉണ്ടാക്കുന്നതല്ല. തേർഡ് നമ്മുടെ ഒളിച്ചിരിക്കുന്ന വില്ലനാണ് ഫാറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ ഫാറ്റ് കണ്ടന്റ് നമ്മൾ എത്രയുണ്ടെന്ന് നോക്കാം. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാം. നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് കാണും, ട്രാൻസ് ഫാറ്റ് എന്ന് കാണും, കൊളസ്ട്രോൾ എന്ന രീതിയിൽ കാണാം. സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. ട്രാൻസ് ഫാറ്റ് ആണ് അതർ വില്ലൻ എന്ന് പറയുന്നത്. 0.00 ആണെങ്കിൽ മാത്രം നമ്മൾ അത് വാങ്ങുക. എനിത്തിങ് എബോവ് 0.0 എന്ന് പറയുന്നത് ഈസ് ഹാർംഫുൾ ടു അവർ ഹെൽത്ത്. ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വനസ്പതി പോലുള്ള നെയ്യിൽ നിന്ന്, അതേപോലെ പെട്രോളിയം പ്രോഡക്ട്സ്, മിനറൽ ഓയിൽസ്, ഹൈഡ്രോജനേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആവർത്തിച്ച് യൂസ് ചെയ്ത എണ്ണയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രക്തധമനികളിൽ ബ്ലോക്സ് ഉണ്ടാക്കാം, ഹാർട്ട് ഇഷ്യൂസും കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാം. സോ ട്രാൻസ് ഫാറ്റ് 0.0 ആണെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. ഇല്ലെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യുക, ഇല്ലാത്ത ഹെൽത്തി ഓപ്ഷൻസിലേക്ക് പോവുക. ടോട്ടൽ ഫാറ്റ് ഒരു 100 ഗ്രാമിൽ 15 ഗ്രാമിൽ കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഒരു ഹെൽത്തി ഓപ്ഷന് സാച്ചുറേറ്റഡ് ഫാറ്റ് എപ്പോഴും ലെസ് ദാൻ 5 ഗ്രാം ആയിരിക്കണം ഒരു 100 ഗ്രാം പാക്കിൽ നമുക്ക് കിട്ടേണ്ടത്. സോ അതിൽ എബോവ് ആണ്, വളരെ എബോവ് ആണ് വാല്യൂ എങ്കിൽ അങ്ങനത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഈവൻ ചില ലേബൽസിൽ ട്രാൻസ് ഫാറ്റ് 0 എന്ന് കാണിക്കുകയാണെങ്കിലും ചിലപ്പോൾ 0.01 0.2 ഒക്കെ ആവാം. ബട്ട് അതുവരെ നമ്മുടെ ഹെൽത്തിന് വളരെ ഹാർംഫുൾ ആണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിൽ ഹൈഡ്രോജനേറ്റഡ് ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്, പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് ഓയിൽ, വനസ്പതി എന്ന നെയിംസ് ഒക്കെ കാണുന്നെങ്കിൽ അത് ട്രാൻസ് ഫാറ്റ് തന്നെയാണ്. അവർ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങ് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, ബോധവാന്മാരാകും. നാലാമതായിട്ട് പല പേരുകളിൽ വന്നിട്ട് ഒരു ആട്ടും തോലിട്ട ചെന്നായെ പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത്.
പെർ 100 ഗ്രാമിൽ ടോട്ടൽ ഷുഗർ ഒരു 10 ഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതൊരു ഹൈ ഷുഗർ ബിസ്ക്കറ്റാണ്, ഒരു ഡൗട്ടും ഇല്ല. ഷുഗർ പല പേരുകളിൽ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഒളിച്ചിരിക്കാം. ഏതൊക്കെയാണ്? നമ്മുടെ ഷുഗറിന് വരാം, അല്ലെങ്കിൽ ഇൻവേർട്ട് ഷുഗറിന് വരാം, ദെൻ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സൂക്രലോസ്, അതേപോലെ മാൾട്ടോഡെക്സ്ട്രിൻ, ഡെക്സ്ട്രോസ് എന്ന പേരിലൊക്കെ നമുക്ക് എന്താണ് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ കാണാം. അതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ കോൺ സിറപ്പ്, മാപ്പിൾ സിറപ്പ് എന്നും പറഞ്ഞിട്ട് കാണാം. ചിലപ്പോൾ ഹണി, ജാഗറീസ് ഒക്കെ ഉണ്ടാവും. ഹണിയും ജാഗറിയും നാച്ചുറൽ ഷുഗർ ആണെങ്കിൽ തന്നെ ഒരു എമൗണ്ടിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ സെയിം നമ്മുടെ വൈറ്റ് ഷുഗർ ഉണ്ടാക്കുന്ന ചേഞ്ചസ് തന്നെയായിരിക്കും ഉണ്ടാക്കുക. സോ എപ്പോഴും നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ അതിൽ ഹിഡൻ ഷുഗേഴ്സ് ചെക്ക് ചെയ്യുക. മാക്സിമം ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ലൈക്ക് മാൾട്ടോഡെക്സ്ട്രിൻ ഒക്കെ നമ്മൾ ഒഴിവാക്കുക. അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സും ഫൈബറും ആണ്. സോ എല്ലാ ബിസ്ക്കറ്റ്സും, മോസ്റ്റ്ലി എല്ലാ ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്നത് റിഫൈൻഡ് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ മൈദയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. സോ അതിൽ വളരെ കുറച്ച് ലെസ് ദാൻ 1 ഗ്രാമേ ഫൈബർ ഉണ്ടാവുള്ളൂ. സോ എന്തൊക്കെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ്, ഫൈബർ റിച്ച് ബിസ്ക്കറ്റ് ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫൈബർ, ഡയറ്ററി ഫൈബർ കണ്ടന്റ് 3 അതിൽ കൂടുതലോ പെർ 100 ഗ്രാം ഉണ്ടെങ്കിൽ നമുക്കതൊരു ഫൈബർ സോഴ്സ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ അതും എന്താണ് നമ്മുടെ ഒരു ഷുഗറി അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഹൈ ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. സോ എപ്പോഴും ഫൈബർ നമ്മൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ആറാമതായി വരുന്നത് നമ്മുടെ സൈലന്റ് കില്ലറാണ് സോഡിയം അല്ലെങ്കിൽ നമ്മുടെ സോൾട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും ലേബൽസിൽ സോൾട്ട് അല്ലെങ്കിൽ സോഡിയം കണ്ടന്റ് നോക്കുക. അത് 400 എബോവ് ആണെങ്കിൽ നമ്മൾ മാക്സിമം ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. എപ്പോഴും സോൾട്ട് അല്ലെങ്കിൽ സോഡിയം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു BP, ബ്ലഡ് പ്രഷർ റിസ്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സോ അതെപ്പോഴും നമ്മളൊരു 400 ബിലോ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ. സോ നമ്മൾ ലേബൽസിൽ എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗർ ഏതൊക്കെയാണ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഫാറ്റ് എങ്ങനെയൊക്കെ നോക്കിയല്ലേ. സോ ഇനി നമ്മൾ മെയിൻ സൈലന്റ് ആൻഡ് ഹിഡൻ ആയിട്ടിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ആണ്. അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാൻ പഠിക്കാം. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന റൂൾ എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് എപ്പോഴും അവരുടെ ഹയസ്റ്റ് ക്വാണ്ടിറ്റി ടു ലോവസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ ലിസ്റ്റിൽ ഉണ്ടാവുക. അതായത് ഫസ്റ്റ് കാണുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അതിൽ മോസ്റ്റ്ലി ഉള്ള സാധനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ്സ് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാക്കറ്റ് എടുത്ത് നോക്കിക്കോ, ഫസ്റ്റ് വരുന്ന എന്തായിരിക്കും? നമ്മുടെ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ആയിരിക്കും. സെക്കൻഡ് വരുന്നത് ഷുഗർ ആയിരിക്കും. ആൻഡ് തേർഡ് മെയിൻലി ഹൈഡ്രോജനേറ്റഡ് ഫാറ്റോ അല്ലെങ്കിൽ പാം ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ കണ്ടന്റ് ആയിരിക്കും വരിക. സോ അങ്ങനെയുള്ളതിന് നമ്മൾ ശ്രദ്ധിക്കുക. മാക്സിമം ഹോൾ വീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളോ നമ്മൾ ചൂസ് ചെയ്യുക. മാക്സിമം മൈദ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കിയല്ലേ. ഇനി അങ്ങോട്ട് കിടക്കുന്നത് നമുക്ക് വായിച്ചാൽ പോലും മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങളായിരിക്കും. കുറേ അഡിറ്റീവ്സും ആഡഡ് ഫ്ലേവേഴ്സും കളേഴ്സും ഇമൽസിഫയേഴ്സും തിക്കനിങ് ഏജന്റ്, ബൾക്കിംഗ് ഏജന്റ്, പ്രിസർവേറ്റീവ്സും കുറേ നമ്പേഴ്സും ഒക്കെ ആയിരിക്കും കാണുക അല്ലേ. സോ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഈ അഡിറ്റീവ്സ് എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. എട്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഈ പാക്കറ്റ്സിന് പുറത്തുള്ള മിസ്ലീഡിങ് ക്ലെയിമുകളിൽ നമ്മൾ വീഴാതിരിക്കുക. അത് നമ്മുടെ കമ്പനികൾ പലതും അവകാശപ്പെടും എന്താണ് ഡൈജസ്റ്റീവ് ആണ്, പക്ഷെ അതിൽ നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഫൈബർ കുറവായിരിക്കും. ദെൻ അതേപോലെ എന്താണ് ചീസി ആണെന്ന് പറയും, പക്ഷെ നമ്മൾ ബാക്കിൽ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ചീസിന്റെ ഫ്ലേവർ മാത്രമായിരിക്കും ഉണ്ടാവുക, ഒറിജിനൽ ചീസ് അതിൽ ഉണ്ടാവില്ല. ഷുഗർ ഫ്രീ എന്ന് അവർ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ ലേബൽ റീഡ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി കാർബ്സ് ഹൈ ആയിരിക്കും. ആൻഡ് ഈവൻ നമ്മൾ എന്താണ് മൈദ ഇല്ല അല്ലെങ്കിൽ റിഫൈൻഡ് ഫ്ലോസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കുമ്പോൾ മൈദ ആയിരിക്കും മെയിൻലി നമ്മുടെ മെയിൻ ഐറ്റം. മൾട്ടിഗ്രെയിൻ അവർ വാദിക്കും, പക്ഷെ മൈദ ആയിരിക്കും കൂടുതലായി ഉണ്ടാവുക. ചിലവർ ക്ലെയിം ചെയ്യുന്നതാണ് ബേക്ക്ഡ് ഗുഡ് ആണെന്ന്, പക്ഷെ ബേക്ക്ഡ് എന്ന് പറഞ്ഞാലും നമ്മൾ ഫാറ്റ് കണ്ടന്റ് നോക്കുമ്പോൾ അതിലെന്താണ് ഫാറ്റ് കൂടുതലായിരിക്കും, ട്രാൻസ് ഫാറ്റ്സ് ഉണ്ടാവും. എഗെയിൻ അതൊരു അൺഹെൽത്തി ചോയ്സ് ആയിട്ട് മാറും. സോ എപ്പോഴും നമ്മൾ വൈസ് ആയിട്ട് തിങ്ക് ചെയ്ത് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ബെറ്റർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്നാക്ക് ചൂസ് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് പോലുള്ള ഐറ്റംസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഹോൾ വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഓട്സ്, മില്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. ഫൈബർ കണ്ടന്റ് ഗ്രേറ്റർ ദാൻ 3 ഓർ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. ഷുഗർ എപ്പോഴും നമ്മളൊരു 5 ഗ്രാമിൽ താഴെയുള്ളത് ചൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിന് എപ്പോഴും ബെനിഫിറ്റ്. അല്ലെങ്കിൽ നമ്മൾ കൂടുതലുള്ളതാണെങ്കിൽ തന്നെ ആ ഒരു പെർ സേവിങ് സൈസ് മാത്രം നമ്മൾ കഴിക്കുക, ഓവറായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യരുത്. ഫാറ്റ്സ് നമ്മൾ എപ്പോഴും സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു 2ന് താഴെയുള്ളതും ട്രാൻസ് ഫാറ്റ് 0.0 ആയതും നമ്മൾ ചൂസ് ചെയ്യുക. ആൻഡ് നമ്മുടെ സോൾട്ടോ സോഡിയം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 400 ഗ്രാമിന് താഴെയുള്ളത് ചൂസ് ചെയ്യുക. ആൻഡ് മാക്സിമം നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വളരെ ഷോർട്ട് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. കുറേ അഡിറ്റീവ്സും കളേഴ്സും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉള്ളത് നമ്മൾ മാക്സിമം ലിമിറ്റഡ് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ആൻഡ് ഹെൽത്തി ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നട്ട്സോ സീഡ്സോ ഫ്രൂട്ട്സോ ഒക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്താണ് നമുക്കിപ്പോൾ എള്ളുകൊണ്ട് എള്ളുണ്ടയാക്കാം, നട്ട്സും സീഡ്സും കൊണ്ട് അതിൻ്റെ ബോൾസ് ഉണ്ടാക്കാം, കുക്കീസ് ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് കേക്ക്സ് ബേക്ക് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ട്, നമുക്ക് കുറേ ഹെൽത്തി ഓപ്ഷൻസും ഹെൽത്തി റെസിപ്പീസും ഒക്കെ കിട്ടും. സോ അങ്ങനെയുള്ള ഹെൽത്തി ഓപ്ഷൻസ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. ഒരിക്കലും മിസ്ലീഡിങ് ക്ലെയിംസിൽ നമ്മൾ വീഴാതിരിക്കുക. ബിസ്ക്കറ്റ്സ് എപ്പോഴും ഒരു വല്ലപ്പോഴും കൊടുക്കുന്ന ഒരു ട്രീറ്റ് മാത്രമായിരിക്കണം നമ്മുടെ കുട്ടികൾക്ക്, അല്ലാതെ ഡെയിലി ഒരു ഫുഡായിട്ട് നമ്മൾ ഒരിക്കലും കൊടുക്കുക
കൊടുക്കാൻ പാടില്ല. നമ്മൾ മിക്ക വീടുകളിലും കാണുന്ന ഒരു ഹാബിറ്റാണ്. ഈവൻ പഴയ കാലങ്ങൾ മുതൽ നമ്മൾ വരെ അങ്ങനെയാണ് വളർന്നു വന്നത്. വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു കോഫിയും, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ 2 ബിസ്ക്കറ്റ്, ഇങ്ങനെയൊക്കെ തിന്നുന്ന ഹാബിറ്റ്സ് ഉള്ളവരുടെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴും. പക്ഷെ അവർക്ക് ഇപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈവൻ ടാബ്ലറ്റ്സിലും സപ്ലിമെന്റ്സിലും വേണ്ടി നമ്മൾ കഴിച്ച് സർവൈവ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ കുറച്ച് കരുതലോടെ മുന്നോട്ട് പോകുക. ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മളെ ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ചോയ്സ് നമുക്ക് എടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ നല്ലൊരു ഡോക്ടറിന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫുഡ് ലേബിൾസും അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ എപ്പോഴും അത് വായിച്ച് നമുക്ക് ഹെൽത്തി ആണെന്ന് ഉറപ്പ് വരുത്തി മാത്രം നമ്മൾ ചൂസ് ചെയ്യുക, കൺസ്യൂം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.